ഹായ്, ഹൃദയപൂർവ്വം ഡയറക്ടഡ് ബൈ സത്യൻ അന്തിക്കാട്. ഒരുപാട് നാൾക്ക് ശേഷം ലാലേട്ടൻ്റെ ഒരു ഫീൽ ഗുഡ് മൂവി കണ്ടു. സിനിമയുടെ പേര് പോലെ തന്നെ ഹൃദയപൂർവ്വം. സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ തോന്നുന്ന ഒരു സിനിമയാണിത്. ഒരുപാട് തമാശ രംഗങ്ങളും തമാശയുള്ള മൊമെന്റ്സും നമ്മൾ ചിരിച്ച് സൈഡായി പോകും. അത് മാത്രമല്ല, ഈ സിനിമയിലെ ചില മൊമെന്റുകൾ, ചില ഡയലോഗുകളൊക്കെ നമ്മൾ സിനിമ കഴിഞ്ഞാലും ക്യാരി ചെയ്ത് കൊണ്ടുവരും. അത്രയ്ക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സിനിമ, സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഒരു ലാഗും ഇല്ലാതെ നമുക്ക് ഹാപ്പി ആയിട്ട് കണ്ടിരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നല്ലൊരു പടം. ഒരു കിടിലൻ ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ് ഹൃദയപൂർവ്വം. ഈ പടത്തിൽ എടുത്തു പറയേണ്ട ഒരു ആർട്ടിസ്റ്റ്, ലാലേട്ടനെ കൂടാതെ എടുത്തു പറയേണ്ട ആള് സംഗീത് പ്രതാപാണ്. ചെങ്ങായി തകർത്തിട്ടുണ്ട്. ചെങ്ങായി സ്ക്രീനിൽ വരുന്ന സമയത്തെല്ലാം നമുക്ക് എന്താണ് ഭയങ്കര ഒരു മാജിക് സംഭവിക്കുന്ന പോലെ തോന്നും. ഇപ്പൊ പണ്ടത്തെ സിനിമയിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ലാലേട്ടൻ ജഗതി കോമ്പിനേഷൻ, ലാലേട്ടൻ ജഗദീഷ് കോമ്പിനേഷൻ, ഈ കോ സ്റ്റാർസും മെയിൻ സ്റ്റാറും തമ്മിലുള്ളൊരു കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് ഒരുപാട് നാളായിട്ട് ഈ സൂപ്പർ സ്റ്റാർ മൂവീസിലൊക്കെ മിസ്സാകുന്ന കാര്യമാണ്. കാരണം നമ്മുടെ ഒരുമാതിരിപ്പെട്ട ഈ സഹനടന്മാരെല്ലാം ചില ആൾക്കാർ സുഖമില്ലാതായി, ചില ആൾക്കാർ മരിച്ചുപോയി. സോ പുതിയതായിട്ട് വരുന്ന ആർട്ടിസ്റ്റുകളും പഴയ സൂപ്പർ സ്റ്റാർസും തമ്മിൽ വലിയൊരു കെമിസ്ട്രിയും കാര്യങ്ങളൊന്നും എനിക്ക് ഈ അടുത്ത കാലത്ത് വരെ അങ്ങനെ വലിയ തോന്നിയിട്ടൊന്നുമില്ല. പക്ഷെ ഈ പടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സംഗീത് പ്രതാപ് വളരെ ഈസി ആയിട്ട് ആ ഒരു കോമ്പിനേഷൻ വർക്ക് ആക്കിയിട്ടുണ്ട്. അയാളൊരു കിടിലൻ ആർട്ടിസ്റ്റാണ്. അയാളെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അപ്പൊ നമുക്ക് രണ്ടു തരത്തിൽ കാണാം. ഒന്ന്, 40 വർഷം എക്സ്പീരിയൻസ് ഉള്ള ലാലിനെ പോലെ ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ സംഗീത് പ്രതാപ് പിടിച്ചിരിക്കുന്നു, അങ്ങനെ പറയാം. അങ്ങനെ അല്ല എങ്കിൽ പുതിയ സംഗീത് പ്രതാപിനെ പോലെ വളരെ യങ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ ലാലേട്ടൻ പിടിച്ചു എന്നും പറയാം. എങ്ങനെ പറഞ്ഞാലും ഇത് ഓക്കെയാണ്. ഈ സംഗീത് പ്രതാപിന്റെ കഥാപാത്രം, ജെറി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഇയാള് സ്ക്രീനിൽ കാണിക്കാത്ത ചില സമയങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് ശരിക്കും ആ കഥാപാത്രത്തിന് നമുക്ക് മിസ്സായി പോകും. എനിക്ക് 2 സിറ്റുവേഷൻ അങ്ങനെ മിസ്സായിട്ടുണ്ട് ഈ സിനിമയിൽ, മിസ്സായി തോന്നിയിട്ടുണ്ട്. അതിലൊന്ന്, ഈ ലാലേട്ടനും മാളവികയും തമ്മിൽ ഈ ഒരു ടെക്സ്റ്റൈൽസിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഒരു സീനുണ്ട്. അതുപോലെ തന്നെ ഒരു എക്സാം ഹാളിൽ എൻട്രൻസ് എക്സാമിന് പോകുന്ന ഒരു സീനുണ്ട്. ആ 2 സീനിലും ഈ ജെറി എന്ന് പറയുന്ന സംഗീതിന്റെ കഥാപാത്രം കൂടി വേണമായിരുന്നു എന്ന് എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ആ കഥാപാത്രത്തിന്റെ മാനറിസം ആണെങ്കിലും ഡയലോഗ് ആണെങ്കിലൊക്കെ നമുക്ക് ഗംഭീരമാണ്. നമുക്ക് മിസ്സാവും ഇയാളെ കാണാത്ത സമയത്ത് ആ കഥാപാത്രം തന്നെ മിസ്സായി പോകും. അപ്പൊ ലാലേട്ടനെയും സംഗീതനെയും കൂടാതെ ജനാർദ്ദനൻ, സിദ്ദീഖ്, ഒരു ചായ കുടിക്കുന്ന അളിയനാണ്. ആ അളിയൻ തകർത്തിട്ടുണ്ട്, നന്നായി സ്കോർ ചെയ്തിട്ടുണ്ട്. ലാലു ലക്സ് ഇടയ്ക്കിടയ്ക്ക് വരും, പക്ഷെ വരുമ്പോഴല്ലേ ചെങ്ങായി തകർക്കുന്നുണ്ട്. ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്ത് ലാലു ലക്സിന് ഒരു ഗംഭീര ഡയലോഗ് ഉണ്ട്. അതായത് നമ്മൾ ഈ ട്രോളിലും മീമിനെല്ലാം കണ്ടിട്ടുള്ള നമ്മുടെ പാണ്ടിക്കരിമാർ അല്ലെങ്കിൽ ലാലു ലക്സ് ഉണ്ടല്ലോ, അതിന്റെ വേറൊരു വേർഷൻ എടുത്ത് ചാമ്പിയിട്ടുണ്ട്. കിടുതായിട്ടൊരു പടം. പിന്നെ മാളവിക മോഹനാണ് പടത്തിലെ ഹീറോയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പടത്തിലെ പാട്ടെല്ലാം വന്ന സമയത്ത് എനിക്ക് തോന്നുന്ന കാര്യം, ഇവരിനി ഇതാണ് ഹീറോ ഹീറോയിൻ ലെവലിലാണോ അഭിനയിക്കാൻ വേണ്ടി പോകുന്നത്?